പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ 1ാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 13ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17ലെ ഒരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തും. ഓക്കെ, എന്താണ് ആ നിഗമനം എന്ന് നമുക്ക് ആ ചോദ്യം സോൾവ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എല്ലാം കാണുക. എന്നിട്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 28ഉം വ്യത്യാസം 12ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. എന്നാൽ നമുക്ക് ചെയ്യാം. രണ്ട് സംഖ്യകളുടെ തുക 28, വ്യത്യാസം 12. അപ്പോൾ നമുക്ക് ഒരു വലിയ സംഖ്യയുമുണ്ട്, ഒരു ചെറിയ സംഖ്യയുമുണ്ട്. അപ്പോൾ വലിയ സംഖ്യ x ആണെന്നും ചെറിയ സംഖ്യ y ആണെന്നും കരുതുക. ഓക്കെ, ഇനി ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഒന്നാമത്തെ നിബന്ധനയിൽ പറയുന്നത് രണ്ട് സംഖ്യകളുടെ തുക 28, x പ്ലസ് y 28. ഇത് നമ്മുടെ സമവാക്യം 1. ഇനി രണ്ടാം നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന വ്യത്യാസം 12. അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 12 കിട്ടും. അത് സമവാക്യം 2. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. വൈയുടെ ഗുണകം എക്സിൻ്റെ ഗുണകം എല്ലാം ഒന്നാണ്. ഓക്കെ, പക്ഷേ വൈയുടെ ചിഹ്നങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്ക് സമവാക്യം 1ഉം 2ഉം കൂട്ടാം. അപ്പോൾ നമുക്ക് സമവാക്യം 1നോട് 1ഉം 2ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? y ക്യാൻസലായി പോകും. അപ്പോൾ എക്സും എക്സും 2x 28 പ്ലസ് 12. അപ്പോൾ നമുക്ക് 2x 40 എന്ന് കിട്ടും. അതിൽ നിന്നും x 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി x 20 എന്ന് സമവാക്യം 1ൽ ഉപയോഗിച്ചാൽ ഇരുപത് പ്ലസ് y എത്ര കിട്ടും? 28 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y എന്താന്ന് കിട്ടും? 28 മൈനസ് 20. അപ്പോൾ y ഇവിടെ 8 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. ഇനിയാണ് നമ്മൾ നിഗമനം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിഗമനം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനു വേണ്ടി ഞാൻ ഈ സമവാക്യങ്ങളെ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, x പ്ലസ് y
28 എക്സ് മൈനസ് വൈ 12. അതായത് രണ്ട് സംഖ്യകളുടെ തുക 28, വ്യത്യാസം, അതായത് വലിയ സംഖ്യയിൽ നിന്ന് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്രയാ? 12. ഓക്കെ. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് രണ്ട് സംഖ്യകളുടെ തുകയും രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തന്നാൽ നമുക്ക് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ. ഇതിൽ നിന്നും നമുക്ക് വലിയ സംഖ്യ നമുക്ക് എത്രയാണ് കിട്ടിയത്? 20 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആ 20ഉം ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കൂ. ഇതെന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുകയും വ്യത്യാസവും കൂട്ടിയതിൻ്റെ പകുതി. 28 + 12/2 40/2 20. ഓക്കെ. അതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. ഓക്കെ. ഇനി ചെറിയ സംഖ്യ എന്തായിരിക്കും? ഇതിൽ നിന്ന് നമുക്ക് ചെറിയ സംഖ്യ എന്തായിരിക്കും നോക്കാം. ചെറിയ സംഖ്യ നമുക്ക് എത്രയാ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 8 കിട്ടിയിട്ടുണ്ടായിരുന്നത്. 8 എങ്ങനെ കിട്ടും? 28ൽ നിന്നും 12 കുറച്ച് അതിനെ 2 കൊണ്ട് ഹരിക്കുക. 28 - 12 16 അല്ലേ? 16/2 8 അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ കിട്ടിയില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. രണ്ട് സംഖ്യകളുടെ തുകയും രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തന്നാൽ വലിയ സംഖ്യ തുക കൂട്ടണം വ്യത്യാസം /2 ആയിരിക്കും. ചെറിയ സംഖ്യ തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ചതിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ നിഗമനം എഴുതാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നിഗമനം എന്താണ്? രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നാൽ വലിയ സംഖ്യ എന്തായിരിക്കും? വലിയ സംഖ്യ തുക പ്ലസ് വ്യത്യാസം /2. ചെറിയ സംഖ്യ സമം തുക മൈനസ് വ്യത്യാസം /2 ആയിരിക്കും. ഓക്കെ. ഇതാണ് നമ്മുടെ നിഗമനം. ഓക്കെ. രണ്ട് സംഖ്യകളുടെ
തുകയും വ്യത്യാസവും തന്നാൽ വലിയ സംഖ്യ എന്തായിരിക്കും? തുക പ്ലസ് വ്യത്യാസം ബൈ 2 ആയിരിക്കും. അതേപോലെ ചെറിയ സംഖ്യ തുക മൈനസ് വ്യത്യാസം ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇത് ഇപ്പോഴല്ല, നിങ്ങൾക്ക് പല കോമ്പറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് തുകയും വ്യത്യാസവും തന്നിട്ട് സംഖ്യകൾ ഏതൊക്കെയോ ഒന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കൃത്യമായി കാണുക, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റ് ഇട്ട് അറിയിക്കുക. കൂടാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.